ആയിട്ട് ആരാ ഉള്ളേ? വെള്ളത്തിൽ കളിക്കാൻ, മഴയത്ത് കളിക്കാൻ ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പൊ അത്തരത്തില് ഇനി നമ്മൾ കുറച്ചു നേരം വെള്ളത്തിൽ കളിക്കാനാണ് പോകാൻ പോണേ. ഗെയിം എന്താണെന്നുണ്ടെങ്കിൽ ഗെയിമിന്റെ റൂള് ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ ഒരു ടീമിൽ നിന്ന് 4 പേരായിരിക്കും കളിക്കാൻ വരിക. അതിൽ 2 പേര് ഇതാ ഇങ്ങനെ മൂക്കുകയറ് കെട്ടിയിട്ട് 2 പേര് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കയറ് കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കയറ്. ആൻഡ് 2 പേർക്ക് നമ്മൾ ട്യൂബ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു ടീമില്. ആൻഡ് ഇപ്പൊ അനുവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുകയാണെങ്കിൽ ജിഷനും ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പ്രീത വെള്ളം നിറച്ചു തരും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആള് ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിൽ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു തരും. നമ്മുടെ നീയില് എത്രത്തോളം ഗ്ലാസ്സുകൾ നമുക്ക് വെക്കാൻ പറ്റും അത്രയും വാട്ടർ വിത്ത് ഗ്ലാസ് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ആ റോപ്പുമ്മ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരണം. ആൻഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കൈ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആൻഡ് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഈ ഒരു റോപ്പിൽ ബാലൻസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നിട്ട് തല കൊണ്ട് തന്നെ ഈ ബീക്കറിലേക്ക് ഒഴിക്കണം. ആൻഡ് അത് കഴിഞ്ഞ് വീണ്ടും ബാലൻസ് ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തുക, അടുത്ത ആള് ജോയിൻ ചെയ്യുക. അങ്ങനെ ഈ ഗെയിം പോയിക്കൊണ്ടിരിക്കും. അതായത് ബസർ വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഈ വാട്ടർ കളക്ട് ചെയ്ത ടീമായിരിക്കും വിൻ ചെയ്യാൻ പോണേ. എത്ര ഗ്ലാസ് വേണമെങ്കിലും മറ്റു ടൈം നിങ്ങൾക്ക് ക്യാരി ചെയ്യാം, അത് താഴെ പോവരുതെന്ന് മാത്രം. ഓക്കെ Rini, Aishu, all set? Okay, so your time starts now. Bigger. Orate poi, bigger. Anu, pote. Ellam poi, 2 nam, 3 nam. Jishin, very good. ഐഷു ബാലൻസ് ചെയ്യാ, താഴെ പോവാതെ ഒഴിക്കാൻ നോക്കുക. റിനി കം ഓൺ, 5 ഗ്ലാസ് വെരി ഗുഡ്. അയ്യോ റിനിയുടെ കുറച്ച് താഴെ പോയി. ഐഷു വെരി ഗുഡ്. ഒരു തരി പോലും താഴെ പോയില്ല. റിനി അയ്യോ എല്ലാം താഴെ കളഞ്ഞു. ഇവിടെ ഈ ഫ്ലോറിൽ മൊത്തം പതയാണ്, അത് കാരണം ഭയങ്കര സ്ലിപ്പറിയാണ്. ജിഷൻ എത്ര ഗ്ലാസ് ഉണ്ട്? 1 2 3 4 5. വീണ്ടും 5 ഗ്ലാസ്. അനു 1 3 ഗ്ലാസ്. ഓക്കെ ഇവിടെ ഐഷു ആണെങ്കിൽ എല്ലാം ഒരുവിധം താഴെ കളഞ്ഞു. ഇനി വേഗമായിക്കോട്ടെ. 5 ഗ്ലാസ് ആണ്. സൂപ്പർ. വെരി ഗുഡ് റിനി, വെരി ഗുഡ് ഐഷു. 2 പേരും ഒരു തരി പോലും താഴെ കളയാതെ ഒഴിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് പോണേ. ലക്ഷ്മി ചേച്ചിയുടെ 2 ഗ്ലാസ് താഴെ പോയി, 1 ഗ്ലാസ് താഴെ പോയി, 1 ഗ്ലാസ്. ക്യാരി ചെയ്തിട്ടുണ്ടല്ലേ? അടിപൊളി. വെരി ഗുഡ് ഐഷു, ഗുഡ്. അയ്യോ അത് നന്നായിരുന്നു.
ട്യൂബില്ലായിരുന്നു. ട്യൂബിന്റെ കാറ്റ് വരെ കുത്തി പൊട്ടിച്ച് കളഞ്ഞു എന്നുള്ള മുതലാണിത്. എന്റെ ഐഷു, ലക്ഷ്മി ചേച്ചി, ഐഷു, അനു, റിനി എല്ലാവരും മസിലായിട്ട് കളിച്ചു. ആൻഡ് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ നെൽസൺ ചേട്ടനാണെങ്കിലും ജിഷിനാണെങ്കിലും എന്തൊരു സ്പീഡായിട്ട്. ആഹാ, പോണോ? ആ ശരി, ലാസ്റ്റ് വീഴരുത് കേട്ടോ ഈ പിള്ളേരുടെ ഒരു കാര്യം. അപ്പോ വാട്ടർ റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം കഴിയുമ്പോ എന്തായിരുന്നു പ്ലേ? അടിപൊളിയായിരുന്നു. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ എന്താ പറയാ ജിഷിനോട് ഇരിക്കുന്ന കാണുമ്പോ സഹിക്കണില്ല കേട്ടോ. ജിഷിന് ആ വേദനയെ പറ്റിയിട്ട് ആ വീഴ്ചയെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ചന്തി തലേ കയറി വീണ വീഴ്ചയില് തലം മാറി അതൊക്കെ കയറിപ്പോയി. പിന്നെ വേറെ സംഭവം പറയാനുണ്ട്. ഇതിനകത്ത് ക്വാണ്ടിറ്റി കുറവാണ്, കറുമുറ കുറവാണെന്നും പറയരുത്. നിറഞ്ഞ് ഞങ്ങളുടെ നിക്കണേ വെള്ളത്തിന്. ഓക്കെ, നെൽസൺ ചേട്ടാ, ഈ ഒരു ഗെയിമില് ഏറ്റവും ഇഷ്ടപ്പെട്ട എലമെന്റ് ഏതായിരുന്നു? എനിക്ക് അവിടെ ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു പോകുന്നതായിരുന്നു. അതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് ഗെയിം കഴിഞ്ഞു പസർ കഴിഞ്ഞിട്ട് അങ്ങനെ ഒഴുകി പോണ്ടായിരുന്നല്ലോ. നല്ല സുഖമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്കത് കാണാൻ തോന്നിയതുണ്ടല്ലോ, അച്ചുമാമൻ വീഗാലാൻഡിൽ പോയിട്ട് നീന്തി തുടിക്കണായിട്ട്. ലക്ഷ്മി ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ഹാസ്യം അത്രയ്ക്ക് നന്നായി തോന്നുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും ഈ വാട്ടർ റേസ് എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോ, ഈ റേസ് ഒക്കെ കഴിയുമ്പോ അവിടെ തൊട്ട് എന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇരിക്കുന്ന ബീക്കർ എന്ന് പറയുമ്പോൾ അത് ആരുടെയാണ്? കൈപ്പത്തിക്കോ? ഇനി അനു ആണെങ്കിൽ നേരത്തെ ഞാൻ ജയിച്ച ടീം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തലയിൽ എന്തോ എന്നുള്ള പോലെ അനു എന്ത് പറ്റി? അനു ചെറിയൊരു അസ്വസ്ഥത. ശരി, അപ്പൊ തോറ്റ ടീം എന്ന് പറയുമ്പോ നോ പ്രോബ്ലം, നന്നായിട്ട് കളിച്ചു. തൊട്ട് ഒരു ചെറിയൊരു ലെവലിന്റെ വ്യത്യാസം മാത്രം, ഒരു ചെറിയ വൈകാത്തൂറിന്റെ വ്യത്യാസം. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ വാട്ടർ റേസ് എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ള ടീം എന്ന് പറയുന്നത് ആരുടെയാ? നെൽസൺ ഷൂരനാട് തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. ഇവരെ നമുക്ക് ലൂസേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. സന്തോഷത്തിനാണോ വെള്ളത്തിൽ കാലഘട്ടം? ഇതിലെ തൊട്ട് പിന്നാലെ നമുക്ക് പറയാൻ പറ്റും. തോറ്റു എന്ന് പറയണ്ട കേട്ടോ നമ്മുടെ സുധിച്ചേട്ടന്റെ ടീം. കാരണം മാക്സിമം ഇവര് ഹാർഡ് വർക്ക് ചെയ്തു. ആൻഡ് ലക്ഷ്മി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നമ്മളത് റെസ്പെക്ട് ചെയ്തേ പറ്റൂ. ആദ്യമായിട്ടൊരു ഗെയിമില്ല, ഇങ്ങനത്തെ ഗെയിമുകളിലൊന്നും ലക്ഷ്മി ചേച്ചിക്ക് തലകറക്കം വരും, നടുവേദന വരും, അങ്ങനെയൊക്കെയാ. പക്ഷെ ലക്ഷ്മി ചേച്ചി കളത്തിലിറങ്ങി കളിച്ചു. തോൽക്ക് ജയിക്കുക. ഞാൻ തുടങ്ങുന്ന ചോദിച്ചില്ലേ, ചേട്ടൻ ഇങ്ങനെ തുറച്ചു നോക്കി പിന്നെ ഐശ്വര്യ നേരത്തെ ഇവിടെ ഗെയിം കളിച്ച് നല്ല ബാലൻസ് ഉണ്ട്. ഇത് ആദ്യമായിട്ട് വന്നപ്പോൾ ഇതിങ്ങനെ ഒഴിക്കാനൊക്കെ അറിയോ, ഇതിന്റെ ടെക്നിക്കൊക്കെ അറിയാവോ എന്തോ എന്നൊരു സംശയമുണ്ട്. ആദ്യമായിട്ടല്ലേ ഇതും കളിക്കുന്നത്. അസലായിട്ട് കളിച്ചു, നല്ലൊരു പ്ലെയർ ആണ്. ഇങ്ങനെ പതുക്കെ ഓരോന്ന് പുറത്തെടുത്ത് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെൽ പ്ലേ, വെൽ പ്ലേ. ഓക്കെ, സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ടു നെൽസൺ ഷൂരനാട് ആൻഡ് ടീം. ഇതിന്റെ വിജയിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറയണം. ശക്തരായ രണ്ടുപേര് അപ്പുറം പോയിന്റിൽ എന്ന് വെച്ചാൽ കറക്റ്റ് പോയിന്റിൽ വെള്ളം വീഴാനുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കണം. ഐശ്വര്യ ആയതുകൊണ്ട് ഞാനായിരുന്നു അവിടെ നിന്ന് പിടിച്ചോണ്ടിരുന്നേ. ഒരു പേടിയായിരുന്നു, ഞാൻ സെന്ററിൽ വന്ന് വീഴുവന്ന്. വന്നില്ല, ഭാഗ്യത്തിന് നന്നായിട്ട് കളിച്ചു. നമ്മുടെ ടീം ഗുഡായിട്ട് കളിച്ചു, അടിപൊളി. കാരണം എത്രയൊക്കെ ഇവിടുന്ന് ഈ ക്ലാസ്സുകൾ ക്യാരി ചെയ്ത് തന്നാലും അത് കറക്റ്റ് ആയിട്ട് അവിടെ ഒഴിക്കേണ്ടത് ഒരു ഇമ്പോർട്ടന്റ് റോള് തന്നെയാണ്. അത് ഐശ്വര്യയും റിനിയും നന്നായിട്ട് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ.